പൊന്നാനിയിൽ താങ്കളുടെ പേര് അടക്കം കേൾക്കുന്നുണ്ട്. പൊന്നാനിയും തവനൂരും ഒക്കെ ജയിക്കുമ്പോഴാണ് 100 സീറ്റ് എന്ന ലക്ഷ്യം പൂവണിയുക. പുതിയ തലമുറയിൽ ചില ആളുകളൊക്കെ ഇതാ കണ്ടില്ല, അഭിപ്രായ ഭിന്നത എന്നൊക്കെ പറഞ്ഞ് CPM-നോടും BJP-യോടും ഒക്കെ താരതമ്യം ചെയ്തിട്ട് കാര്യമില്ല. അവിടെയൊക്കെ ഓട്ടോക്രസിയാണ്. പൊന്നാനി നിയോജക മണ്ഡലം 2001 ശേഷം കോൺഗ്രസിനൊരു വിജയവാർത്ത നൽകിയിട്ടില്ല. മലപ്പുറം ജില്ല വിഭജിക്കപ്പെടണമെന്ന ആവശ്യത്തില് അത് തിരൂർ കേന്ദ്രമായിട്ടൊരു ജില്ല വേണമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തിരുത്തുണ്ട്. പൊന്നാനി ആസ്ഥാനമായിട്ട് ഒരു ജില്ല വരുന്നെങ്കിൽ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒറ്റ പാർട്ടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിടണം എന്ന് പറയേണ്ട ഒരു സാഹചര്യം എന്താണ്? ഒരു ഘട്ടമെത്തുമ്പോൾ കോൺഗ്രസ് വികാരം എന്നതിൻ്റെ ആ വലയത്തിനകത്ത് എല്ലാവരും ഒരുമിച്ച് പോകുന്നു. അങ്ങനെയാണ് നമ്മുടെ ഒരു പാരമ്പര്യം രീതി. CPM പിണറായി വിജയനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ്. CPM ഇനി ഒരു നിലക്കും വരില്ല എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിനായിട്ടുള്ളൂ. പിണറായി വിജയനെ മുന്നിൽ നിർത്തി അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ UDF-ന് അതിനാനുപാതികമായ കൂടുതൽ മികച്ച മുന്നേറ്റം ഉണ്ടാവുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. പൊന്നാനിയെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വിവാഹിതയായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കന്യകാത്വം ഭേദിക്കപ്പെടാത്ത ഒരു സുമംഗലയാണ് പൊന്നാനി. മുമ്പ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച തീരദേശ നേതാവുണ്ട്, CPM-ന്റെ ഏരിയ സെക്രട്ടറി ഒക്കെ ആയി നിൽക്കുന്ന ആളുണ്ട്, CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി നിൽക്കുന്ന വേറൊരാളുണ്ട്, മുൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സാരഥിയായ വനിതയുണ്ട്, അതുപോലെ തന്നെ ബോർഡ് കോർപ്പറേഷന്റെ ചെയർമാനായ ആളുണ്ട്. ഇതൊക്കെ ഈ പൊന്നാനി നിയോജകമണ്ഡലത്തിനകത്തുള്ള ആളുകളുടെ പേരാ പറഞ്ഞു. ഇപ്പൊ തന്നെ 5 പേരായി. ഐക്യമില്ലായ്മയാണ് CPM എപ്പോഴും കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന മാർഗം എന്ന് പറഞ്ഞു. ഒന്നിലധികം ആളുകൾ മിക്ക മണ്ഡലങ്ങളിലും ഉണ്ട്, പക്ഷെ ഒരാൾക്ക് സ്ഥാനാർത്ഥിയാവാൻ കഴിയുള്ളൂ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് യുവത്വം മുന്നിലോട്ട് വരും, കൂടുതൽ ആളുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു രീതി കോൺഗ്രസിൽ സാധിക്കുമോ? തീർച്ചയായിട്ടും അതിൽ അനിവാര്യമായ കാര്യങ്ങളൊക്കെ സംഭവിക്കും. പൊന്നാനിയിൽ UDF-ൽ എന്തെങ്കിലും സീറ്റ് തർക്കം നിലനിൽക്കുന്നുണ്ടോ? മുൻ വർഷം 2 യുവ നേതാക്കളുടെ പേരുകൾ കേട്ടിട്ടുണ്ട്. ചില സീറ്റുകളിൽ മത്സരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവും. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? കോൺഗ്രസിനകത്ത് ഒരു സീറ്റിൽ മത്സരിക്കാൻ ഒന്നിലധികം ആളുകൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. വാർത്തകൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വോട്ടർ എന്ന നിലയ്ക്ക് എനിക്കടക്കം ചില സംശയങ്ങളൊക്കെ വരാം. കാരണം ഞാൻ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ വോട്ടുള്ള ഒരു വ്യക്തിയാണ്. CPM-ലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ CPM-ൽ എത്ര സ്ഥാനാർത്ഥി കുപ്പായക്കാരുണ്ടാവും? നിങ്ങളൊന്ന് എണ്ണിയേ. പല സ്ഥലങ്ങളിലും സ്ഥാനങ്ങളെ ചൊല്ലി ചില തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഒന്നും അല്ല കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിലെ കയ്യടിയും സ്ഥാനാർത്ഥി നിർണ്ണയമായിട്ടൊന്നും ബന്ധമില്ല. നേതാക്കൾ അതിലൊക്കെ ഒരു ജാഗ്രത പാലിക്കേണ്ടതല്ലേ? കാഴ്ചപ്പാടൊക്കെ ആയാലും വ്യത്യസ്തതകൾ എല്ലാ കാലത്തും ഉണ്ട് കോൺഗ്രസിൽ. അങ്ങനെ ഇതൊരു പട്ടാളച്ചിട്ടയില് കേഡർ സംവിധാനം അങ്ങനെ കൽപ്പിക്കുന്നതിനനുസരിച്ച് ചൂടുവെക്കുന്ന ഒരു സ്ഥിതി ഇല്ലല്ലോ. മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം ഈ മുസ്ലിം ജനവിഭാഗത്തെ മുഖ്യധാരയോട് വിളക്ക് ചേർക്കുന്നതിൽ എല്ലാ കാലത്തും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, വഹിക്കുന്നുണ്ട്, നാളുകളിലും വഹിക്കും. അല്ലാത്ത പക്ഷം ഈ സമുദായത്തെ റാഞ്ചിക്കൊണ്ടുപോകാൻ ഇവിടെ കാക്കയും പരുന്തൊക്കെയുണ്ട്. 2011 ശേഷം എടപ്പാളില്ലാത്ത പൊന്നാനിയാണ് പൊന്നാനി നിയോജകം. എന്നിട്ടും UDF വലിയ വോട്ടിന് തോൽക്കുന്നു എന്നുള്ള ആ ഒരു സാഹചര്യം പ്രവർത്തകരുടെ മനസ്സിൽ വലിയ തോതിൽ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതൊരു ഒരു യാഥാർത്ഥ്യമാണ്. കടലാക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ MP പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നവരുണ്ട്. MLA തിരിഞ്ഞു നോക്കാറില്ല എന്ന് മറു ആക്ഷേപമുണ്ട്. പാവപ്പെട്ട ഈ കടലോരവാസികൾ, നമ്മളിപ്പോൾ അങ്ങനെ പറയാലോ, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ആരെയായിരിക്കും ആശ്രയിക്കേണ്ടത്? ഇതിനൊരു ഏകോപനം വേണ്ട സത്യത്തിൽ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പഴി ചാരാതെ ഈ കടലിന്റെ മക്കളെ ശരിക്കും ആര് സംരക്ഷിക്കണമെന്ന്? MP MLA എന്നുള്ളതിലുപരിയായിട്ട് സംസ്ഥാന ഭരണകൂടമാണ് ഇതിലെ പ്രതി. നിശ്ചയമായിട്ടും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടലുകൾ ഉണ്ടാവും. അതിന് നാളെ 5 കൊല്ലം UDF ഭരണം വന്ന് UDF-ഉം ഇതേ നയമാണ് ആവർത്തിക്കുന്നതെങ്കിൽ UDF-ന് ശിക്ഷിക്കാനും ജനത്തിന് അധികാരം. തൃശ്ശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പൊന്നാനി കോൾ മേഖല സർക്കാർ ഞങ്ങൾ സാധ്യമാകുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊരു അവകാശവാദം സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവകാശവാദം ശരിവെക്കുന്ന CPM അനുഭാവികൾ കൂടിയായിട്ടുള്ള ഏതെങ്കിലും ഒരു കോൾ കർഷകരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ എന്നൊരു വെല്ലുവിളിയാണ് ഞാൻ ഉയർത്തുന്നത്. കർഷകർക്കിടയിൽ സത്യത്തിൽ രാഷ്ട്രീയമില്ലെന്നാണ്, കാരണം അവർക്ക് ഒരേ വികാരമാണെന്നുള്ളതാണ്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ KSU യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബസ്സിന് കല്ലെറിഞ്ഞും പോലീസിന്റെ അടികൊണ്ടും ഒക്കെ കടന്നു വന്നൊരു പൊതുപ്രവർത്തകനല്ല. പലപ്പോഴും കേന്ദ്ര ഭരണത്തിന് ആനുപാതികമായി പോകുന്നുണ്ടോ എന്നൊരു സംശയമാണ് BJP-ക്കാരോ ആരെങ്കിലും ഒക്കെ എറിഞ്ഞു കൊടുക്കുന്ന ഏതെങ്കിലുമൊക്കെ പിച്ച തുട്ടുകൾ പെറുക്കി കാലക്ഷേപം നടത്തേണ്ട തരത്തിൽ ചെറിയവനല്ല ശശി തരൂർ. ക്ഷീരമുള്ള അകിടിന്റെ ചുവട്ടിലാണ് ഈ ചോര തിരയുന്നത്. അതുപോലെ തീർച്ചയായിട്ടും ഇതൊരു അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നൊരു പ്രതീതി ആ വാർത്തകളിലൊക്കെ വ്യംഗ്യമായിട്ട് നിഴലിക്കുന്നുണ്ട്.